അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പേജ് 34. വതറക്കഹും ഫീ ളുലുമാത്തിൽ ലാ യുബ്സിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദഹബല്ലാഹു ബി ലൗഇഹിം എന്ന് പറയാതെ ദഹബല്ലാഹു ബിനൂരിഹിം എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം അവരെ തൊട്ട് പൂർണ്ണമായിക്കൊണ്ടും അല്ലാഹു പ്രകാശത്തെ നീക്കം ചെയ്തു എന്നറിയിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ നാം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇസാലത്തുന്നൂരി അൻഹും റഅസൻ, അവരെ തൊട്ട് നൂറിനെ പൂർണ്ണമായിക്കൊണ്ടും നീക്കം ചെയ്തു എന്നറിയിക്കലാണ്. അലാ തറ, നിനക്ക് കാണാൻ കഴിയുന്നില്ലേ, കൈഫ ഖററ, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്രീർ ചെയ്തത്, സ്ഥിരീകരിച്ചത്, ദാലിക ആ ഒരു കാര്യത്തെ, വ അക്കദ അതിനെ തഅക്കീദ് ചെയ്തതും എങ്ങനെയാണ് എന്ന് നിനക്ക് കാണാൻ സാധിക്കുന്നില്ലേ, ബി ഖൗലിഹി, അല്ലാഹുവിൻ്റെ ഖൗല് കൊണ്ട്. വതറക്കഹും, അള്ളാഹു അവരെ ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു, ഫീ ളുലുമാത്തിൻ ഇരുട്ടുകളിലായിക്കൊണ്ട്, ലാ യുബ്സിറൂന അവർ തന്നെ ഒന്നും കാണാത്ത അവസ്ഥയിൽ. അള്ളാഹു അവരെ തൊട്ട് ആ നൂറിനെ പൂർണ്ണമായിക്കൊണ്ട് നീക്കം ചെയ്തു എന്നതാണ് ഇവിടുത്തെ ഉദ്ദേശമെന്ന് പറഞ്ഞു. അങ്ങനെ ആ നൂറിനെ പൂർണ്ണമായിക്കൊണ്ട് അള്ളാഹു നീക്കം ചെയ്തതിൻ്റെ ആ രൂപങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഫദക്കറ ളുൽമത, ഇവിടെ ദുൽമത്തിനെ പറഞ്ഞു, ഇരുട്ടിനെ പറഞ്ഞു. അല്ലത്തി ഹിയ അദ്മുന്നൂരി, ഈ ദുൽമത്ത് എന്ന് പറഞ്ഞാൽ നൂറില്ലാത്ത അവസ്ഥക്കാണ് പറയുക, നൂറില്ലായ്മക്ക്, പ്രകാശമില്ലായ്മക്കാണ് ഇരുട്ടെന്ന് പറയുക. വൻതിമാസുഹു ബിൽ കുല്ലിയ, പൂർണ്ണമായിക്കൊണ്ടും പ്രകാശം കെട്ടടങ്ങലുമാണ് ദുൽമത്ത് എന്നുള്ളത്. വജമഅഹ, എന്നിട്ട് അതിനെ ജംആക്കുകയും ചെയ്തു, ദുലുമാത്ത് എന്ന് പറഞ്ഞു. വനക്കറഹ, അതിനെ നക്കിറയായിക്കൊണ്ട് പറഞ്ഞു, ദുലുമാത്തിൻ എന്ന് പറഞ്ഞു. വവസ്വഫഹ, അതിന് വസ്ഫ് പറഞ്ഞു, ബി അന്നഹ ദുൽമത്തുൻ ഖാലിസ, അത് ഖാലിസായ തനിച്ച ദുൽമത്താണ് എന്നും അതിനെക്കുറിച്ച് വസ്ഫ് പറഞ്ഞു. ലാ യതറഅ ഫിഹ ശബഹാനി, ആ ഒരു ദുൽമത്തിൽ, ആ ഒരു ഇരുട്ടിൽ പരസ്പരം രണ്ട് ശരീരങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല, അങ്ങനെയുള്ള ഒരു ഇരുട്ടാണ് അത് എന്നും അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം അവരെ തൊട്ട് പൂർണ്ണമായിക്കൊണ്ടും നൂറിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇനി വതറക്കഹും ഫീ ളുലുമാത്തിൽ ലാ യുബ്സിറൂന എന്നതിലെ തറക്ക എന്ന ആ ഒരു ലഫ്ദിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വതറക്ക, തറക്ക എന്നുള്ളത് ഫിൽ അസ്ലി, അസ്ലിൽ ബിമഅന ത്വറഹ വഖല്ല, ഒഴിവാക്കി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ത്വറഹ വലിച്ചെറിഞ്ഞു, ഖല്ല ഒഴിവാക്കി എന്നൊക്കെയാണ് അസ്ലിൽ തറക്കയുടെ മഅന. വലഹു മഫ്ഊലുൻ വാഹിദുൻ, ഈ ത്വറഹ ഖല്ല എന്നുള്ള അർത്ഥത്തിലുള്ള തറക്കയാണെങ്കിൽ അതിന് ഒറ്റ മഫ്ഊലാണ് ഉണ്ടാവുക. ഫളുമ്മിന, അപ്പോൾ ആ തറക്ക എന്നതിന് തെളിമീൻ ചെയ്യപ്പെട്ടു, മഅന സ്വയ്യറ, സ്വയ്യറയുടെ മഅനയെ ഇതിന് തെളിമീൻ ചെയ്യപ്പെട്ടു, അതിൽ അതിൻ്റെ ആന്തരികമായിക്കൊണ്ട് നൽകപ്പെട്ടു. ഫജറ മജറ അഫ്ആലിൽ ഖുലൂബി, അപ്പോൾ ആ തറക്ക എന്നതിന് സ്വയ്യറയുടെ മാന കൊടുത്തപ്പോൾ അത് ഖൽബിൻ്റെ ഫേലുകളുടെ സ്ഥാനത്ത് സഞ്ചരിച്ചു, നടന്നു. ഖൽബിൻ്റെ ഫേലുകൾ എന്ന് പറഞ്ഞാൽ ആക്കി തീർത്തു എന്നുള്ളതാണ്. ജാല, സ്വയ്യറ, വഹബ, തഹിദ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഖൽബിൻ്റെ ഫേലുകൾ അഫ്ആലുൽ ഖുലൂബിൻ്റെ സ്ഥാനത്ത് ആ തറക്ക എന്നുള്ളത് സഞ്ചരിച്ചു, സ്വയ്യറ എന്നതിൻ്റെ മാന കൊടുത്തപ്പോൾ. ഖൗലിഹി, അല്ലാഹു തആലയുടെ ഖൗല് പോലെ, വതറക്കഹും, അല്ലാഹു അവരെ ഉപേക്ഷിച്ചു, ഫീ ളുലുമാത്തിൻ ഇരുട്ടുകളിലായിക്കൊണ്ട് എന്നുള്ള ഖൗലിൽ അവിടെ തറക്കാന്നതിന് സ്വയ്യറയുടെ മാനയാണ്. ഹും എന്നുള്ളതാണ് ഒന്നാം മഫ്ഊല്, ഫീ ളുലുമാത്തിൻ ജാറു മജ്റൂർ രണ്ടാം മഫ്ഊല്. ഖൗലി ഷാഇരി, ഷാഇറിൻ്റെ ഖൗലും പോലെ, അൻതർത്ത് ബിൻ ശദ്ദാദ് എന്നുള്ള ഷാഇറിൻ്റെ ഖൗലും പോലെ. ഫതറക്തുഹു ജസ്റ സിബാഇ യനുഷ്നഹു, ഫതറക്തുഹു ഞാൻ അവനെ ഉപേക്ഷിച്ചു, ജസ്റ സിബാഇ വന്യമൃഗങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള മാംസമായിക്കൊണ്ട്, യനുഷ്ന അവ അവനെ കഴിക്കുന്നു, യനുഷ്നഹു അവൻ അവനെ കഴിക്കുന്നു, ആ മൃഗങ്ങൾ അവനെ കഴിക്കുന്നു. അപ്പോൾ ഇവിടെ ഷായർ തറക്ക എന്നുള്ളതിന് സ്വയ്യറയുടെ മാന കൊടുത്തപ്പോൾ ഹു എന്നുള്ളത് ഒന്നാം മഫ്ഊല്, ജസ്റ എന്നുള്ളത് രണ്ടാം മഫ്ഊല്, അങ്ങനെ അർത്ഥം കിട്ടി. സ്വയ്യറയുടെ മാന കൊടുത്തപ്പോൾ രണ്ടാം മഫ്ഊലുണ്ടായി. ഇനി ദുൽമത്ത് എന്നുള്ള പദം, ദുൽമത്ത് എന്നുള്ളത് മഅഖൂദത്തുൻ മിൻ ഖൗലിഹി മാ വലമക അൻ തഫ്അല കദ, അറബികളുടെ മാ വലമക അൻ തഫ്അല കദ എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് പിടിച്ചെടുത്തതാണ്
ദുൽമത്ത് എന്നുള്ളത്. മാ വലമക്ക, നിന്നെ എന്തൊരു കാര്യമാണ് തടഞ്ഞത്, അന്തഫല കഥ, ഇന്നാലിനത് ചെയ്യാൻ നിന്നെ എന്തൊരു കാര്യമാണ് തടഞ്ഞത് എന്നുള്ള കൗലിൽ നിന്നാണ് ദുൽമത്ത് എന്നതിനെ പിടിച്ചത്. അതായത് മാ മനഅക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ മനഅ എന്നുള്ളതാണ് ശരിക്ക് വലമയുടെ അർത്ഥം. അപ്പം പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇരുട്ടിന് ദുൽമത്ത് എന്ന് പേര് വെക്കാൻ കാരണം? ലി അന്നഹ തസുദ്ദുൽ ബസറ, അത് കണ്ണുകളെ തടുക്കും. വത്തംന ഉറുയത, കാഴ്ചയെ അത് വിലങ്ങും, അത് വിലക്കും. അതുകൊണ്ടാണ് ഇരുട്ടിന് ദുൽമത്ത് എന്ന് പേര് വരാൻ കാരണം. വദുലുമാത്തുഹും എന്ന് പറഞ്ഞു അല്ലേ, തർക്കഹും ഫി ദുലുമാത്തിൻ, അവരെ ഒഴിവാക്കി ഫി ദുലുമാത്തിൻ, ഇരുട്ടുകളിലായിക്കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ദുലുമാത്ത് എന്ന് ആക്കി പറഞ്ഞു. അപ്പോൾ കുറേ ദുൽമത്തുകളുണ്ട്, കുറേ ഇരുട്ടുകളുണ്ട്. അതേതൊക്കെയാണ് ആ ദുൽമത്തുകൾ? ദുൽമത്തുൽ കുഫരി, കുഫറിൻ്റെ ഇരുട്ട്. ദുൽമത്തുൽ നിഫാഖ്, നിഫാഖിൻ്റെ കാപട്യത്തിൻ്റെ ഇരുട്ട്. ദുൽമത്ത് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ ഇരുട്ട്. അവർക്ക് ഖിയാമത്ത് നാളിൽ ഇരുട്ടുണ്ടാകും എന്ന് എങ്ങനെ മനസ്സിലാക്കാം? യൗമത്തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. യൗമത്തറ, ഒരു ദിവസം തങ്ങളെന്ന് കാണും, അൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ കാണും, അൽ മുഅ്മിനാത്തി, മുഅ്മിനാത്തുകളെയും, യസ്ആ നൂറുഹും, അവരുടെ പ്രകാശങ്ങൾ സഞ്ചരിക്കും, ബൈന ഐദീഹിം, അവരുടെ മുൻഭാഗങ്ങളിലും, വബി ഐമാനിഹിം, അവരുടെ വലതുവശങ്ങളിലുമായിക്കൊണ്ട് അവരുടെ പ്രകാശങ്ങൾ സഞ്ചരിക്കും. ആ രൂപത്തിൽ മുഅ്മിനീങ്ങളെ തങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് എന്നായത്തുണ്ട്. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് നൂറുണ്ടാകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അക്സ് വെച്ച് മനസ്സിലാക്കാം മുശ്രിക്കീങ്ങൾക്ക്, മുനാഫിഖീങ്ങൾക്ക് നൂറുണ്ടാവുകയില്ല എന്നുള്ളത്. അപ്പോൾ ഖിയാമത്ത് നാളിൽ ദുൽമത്തുണ്ടാകും എന്ന് മനസ്സിലാക്കാം. ഇതൊക്കെയാണ് ഈ ദുൽമത്ത് കൊണ്ടുള്ള മുറാദ്. ഔ ദുൽമത്തുൽ വലാലി, അല്ലെങ്കിൽ വഴികേടിൻ്റെ ദുൽമത്താണ് ഇവിടെ ദുൽമാത്ത് എന്ന് പറയുമ്പോൾ. അതുപോലെ ദുൽമത്തു സഖത്തില്ലാഹി, സഖത്തില്ലാഹി താല, അള്ളാഹു താലയുടെ കോപത്തിൻ്റെ ഇരുട്ട്. ദുൽമത്തിൽ ഇഖാബി സർമതി, ശാശ്വത ശിക്ഷയുടെയും ഇരുട്ട്. അതൊക്കെയാണ്. ഔ ദുൽമത്തുൻ ശദീദത്തുൻ, അല്ല, ഇവിടെ ദുൽമാത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ശക്തമായ ഇരുട്ട് എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. പിന്നെന്തുകൊണ്ടാണ് ജംആക്കി പറഞ്ഞത്? കഅന്നഹ ദുലുമാത്തുൻ മുത്തറാക്കിമത്തുൻ, അപ്പം ശക്തമായ ഇരുട്ടായത് കാരണം തന്നെ ആ ഒരു ഇരുട്ട് എന്നുള്ളത് അട്ടിയായ ഇരുട്ടുകളെ പോലെ ആയിത്തീർന്നു. മഫ്ഊലു ലാ യുബ്സിറൂൻ വതറക്കുഹും ഫീ ദുലുമാത്തിൽ ലാ യുബ്സിറൂൻ എന്ന് പറഞ്ഞു. ആ ലാ യുബ്സിറൂന എന്നതിൻ്റെ മഫ്ഊല് മിൻ ഖബീരിൽ മത്റൂഹിൽ മത്റൂക്കി, ഒഴിവാക്കപ്പെട്ടതിൻ്റെ സ്ഥാനത്താണ്, ആ ഒഴിവാക്കപ്പെട്ടവയുടെ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഫകാനൽ ഫിഅലു ഗൈറ മുതഅദ്ദിൻ, അപ്പോൾ ആ ഫിഅലു ഗൈറ മുതഅദ്ദിയായി. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ മഫ്ഊലിനെ തർക്ക് ചെയ്തത്? അത് ആമിൻ്റെ മുബാലഗത്തിൻ്റെ അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. അവരെ ഒന്നും കാണാത്തവരായിക്കൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എന്തിനെ കാണുന്നില്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഒരു അബലകായ ഒരു മാന കിട്ടാൻ വേണ്ടിയാണ്, ഒന്നിനെയും കാണുന്നില്ല എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് അവിടെ മഫ്ഊലിനെ ഒഴിവാക്കിയത്, തുറഹ ചെയ്തത്, തർക്ക് ചെയ്തത്. വൽ ആയത്ത്, ഈ ഒരു ആയത്ത്, ഈ പറയപ്പെട്ട മസലുഹം ക മസലില്ലതി എന്ന് പറയുന്ന ഈ ആയത്ത് മസലിൻ ഒരു ഉദാഹരണമാണ്. വറബഹുല്ലാഹു, അള്ളാഹു അതിനെ ഉദാഹരിച്ചു, ലിമൻ, ഒരുത്തന് വേണ്ടി, ഒരുത്തനെ കുറിച്ച്. എങ്ങനെയുള്ള ഒരുത്തനാണ്? ആതാഹു, അള്ളാഹു താല അവന് നൽകി, ദുർബം മിനൽ ഹുദ, സന്മാർഗത്തിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ നൽകി. ഫ അള്ളാഹു, അവനതിനെ പാഴാക്കി. വലം യതവസ്സൽ ബിഹി, ആ ഒരു ഹുദയുടെ കൊണ്ടവൻ എത്തിച്ചേർന്നില്ല ഇലാ നഈമിൽ അബദി, ശാശ്വതമായ അനുഗ്രഹത്തിലേക്ക്. ഫ അതുകൊണ്ട് തന്നെ ബഖിയ, അവൻ ബാക്കിയായി, മുതഹയ്യിറൻ, പരിഭ്രമിച്ചവനായിക്കൊണ്ട്, മുതഹസ്സിറൻ, ഖേദമുള്ളവനായിക്കൊണ്ടും. അങ്ങനെയുള്ള ഒരുത്തനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ഒരു ഉപമയാണിത്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ഒരു ഉപമിച്ചത്? തഖരീറൻ, സ്ഥിരീകരിക്കാൻ വേണ്ടി, വതൗദീഹൻ, വ്യക്തമാക്കാനും വേണ്ടി, ലിമാ, ഒന്നിനെ, തളമ്മനഹുൽ ആയത്തുൽ ഊല, ഒന്നാമത്തെ ആയത്ത് ഉൾക്കൊള്ളുന്ന ഒരു ആശയത്തെ തൗദീഹ് ചെയ്യാൻ, വ്യക്തമാക്കാനും സ്ഥിരീകരിക്കാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഒന്നാമത്തെ ആയത്ത്? ഉലൈകല്ലദീന ഇശ്തറവു വലാലത ബിൽ ഹുദ ഫമാ റബിഹത് തിജാറത്തുഹും വമാ കാനൂ മുഹ്തദീൻ എന്ന് പറയുന്ന ഇതിൻ്റെ മുമ്പുള്ള ആയത്തിൻ്റെ ആ മഅനയെ വ്യക്തമാക്കാനും സ്ഥിരീകരിക്കാനും വേണ്ടിയാണ്, അതിനുവേണ്ടി അള്ളാഹു ചെയ്തതായ ഒരു ഉദാഹരണമാണ് ഈ ആയത്ത്. വയദ്ഖുലു തഹ്ത ഉമൂമിഹി, ഈ ആയത്തിൻ്റെ ഉമൂമിൽ പ്രവേശിക്കും.
ഇത് മുനാഫിഖീങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഈ ആയത്തിൻ്റെ ഉമൂമിൽ പ്രവേശിക്കുന്നതാണ്. ഹാ ഉലായിൽ മുനാഫിഖൂന, ഈ മുനാഫിഖീങ്ങൾ പ്രവേശിക്കും. ഫഇന്നഹും, കാരണം അവർ പാഴാക്കി മാ ഒന്നിനെ നതഖത്ത് ബിഹി അൽസിനത്തുഹും, അവരുടെ നാവുകൾ മൊഴിഞ്ഞൊരു കാര്യത്തെ അവർ പാഴാക്കി. എന്താണ് അവരുടെ നാവുകൾ മൊഴിഞ്ഞത്? മിനൽ ഹഖ്, സത്യത്താൽ അവരുടെ നാവുകൾ മൊഴിഞ്ഞ ഒന്നിനെ അവർ പാഴാക്കി. എങ്ങനെ? ബിസ്തിബ്താലിൽ കുഫരി, കുഫറിനെ മറച്ചു വെക്കൽ കൊണ്ട്, വൈവഹാരി ഹി, ആ കുഫറിനെ വെളിവാക്കൽ കൊണ്ടും, ഹീന ഖലൗ ഇലാ ശയാത്തീനിഹിം, അവരുടെ ശൈത്വാന്മാരിലേക്ക് അവർ ചെല്ലുന്ന അവസരത്തിൽ, അതായത് അവരുടെ സഹായികളായ മറ്റുള്ള കാഫിരീങ്ങളുടെ അടുത്തേക്ക് അവർ ചെല്ലുന്ന അവസരത്തിൽ അതിനെ വെളിവാക്കൽ കൊണ്ടും, മറ്റുള്ള സമയങ്ങളിൽ ഹക്കിനെ മറച്ചു വെക്കൽ കൊണ്ടും അവരുടെ നാവുകൾ മൊഴിഞ്ഞതായ സത്യത്തെ അവർ പാഴാക്കി. അങ്ങനെയുള്ളതായ ഈ മുനാഫിഖീങ്ങൾ ഈ ആയത്തിൻ്റെ ഉമൂമിൽ പ്രവേശിക്കുന്നതാണ്. വമൻ, ഒരുത്തനും ഈ ആയത്തിൻ്റെ ഉമൂമിൽ പ്രവേശിക്കും. ആഖറ, അവൻ തിരഞ്ഞെടുത്തു അല്ലാഹുവിന്റെ വഴികേടിനെ, അൽ ഹുദ, സന്മാർഗത്തേക്കാൾ. എങ്ങനെയുള്ള ഹുദയാണ്? അൽ മജ്ഊലി ലഹു ബിൽ ഫിത്ര, അവന് ഫിത്രത്ത് പ്രകാരം സൃഷ്ടിക്കപ്പെട്ടതായ ഹുദയേക്കാൾ അവൻ വലാലത്തിനെ തിരഞ്ഞെടുത്തു. അതായത് ഏതൊരു മനുഷ്യരും ഫിത്രത്തിൻ്റെ മേലിലാണ് ജനിക്കുക, ശുദ്ധമായ പ്രകൃതി. അവന് ഫിത്രത്ത് കൊണ്ട്, ശുദ്ധമായ പ്രകൃതി കൊണ്ട് ആക്കപ്പെട്ടതായ സന്മാർഗത്തിനേക്കാൾ അവൻ വലാലത്തിന് തിരഞ്ഞെടുത്തു. അതായത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏതൊരു മനുഷ്യരും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയുടെ മേലിലാണ്. അങ്ങനെ ആ ഒരു ശുദ്ധമായ പ്രകൃതി കൊണ്ട് അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതായ, ജഅൽ ചെയ്യപ്പെട്ടതായ ഹുദ, ആ സന്മാർഗത്തേക്കാൾ അവൻ വലാലത്തിനെ തിരഞ്ഞെടുത്തു. അങ്ങനെയുള്ള ആളുകളും ഈ ഒരു ആയത്തിൻ്റെ ഉമൂമിൽ പ്രവേശിക്കും. അവിർത്തദ്ദ അൻ ദീനിഹി ബഅദമാ ആമന, അല്ലെങ്കിൽ മുഅ്മിനായതിനു ശേഷം തൻ്റെ ദീനിനെ തൊട്ട് മുർത്തദ്ദായി പോയി, കാഫിറായി പോയി. അങ്ങനെയുള്ള ആളുകളും ഈ ആയത്തിൻ്റെ ഉമൂമിൽ പ്രവേശിക്കും. ഒമൻ, ഒരുത്തനും ഈ ആയത്തിൻ്റെ ഉമൂമിൽ പ്രവേശിക്കും. എങ്ങനെയുള്ള ഒരുത്തനാണ്? സ്വഹലഹു, അവന് ശരിയായി കിട്ടി. അഹ്വാലുൽ ഇറാദത്തി, ഇറാദത്തിൻ്റെ അവസ്ഥകൾ അവന് സ്വഹീഹായി കിട്ടി, അവന് നല്ലതായി കിട്ടി, ശരിയായി കിട്ടി. എന്താണ് അഹ്വാലുൽ ഇറാദ? ഒരു മുരീദാകാനുള്ള അവസ്ഥകൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയിൽ അവൻ എത്തിച്ചേരുക, അതിൻ്റെ അവസ്ഥകൾ അവന് ശരിയായി കിട്ടി. അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്നതിൻ്റെ അവസ്ഥകൾ ഒരാൾക്ക് ശരിയായി കിട്ടി. എന്നിട്ടോ ഫദ്ദ, അവൻ വാദിച്ചു അഹ്വാലുൽ മഹബ്ബ, മഹബത്തിൻ്റെ അവസ്ഥകളെ അവൻ വാദിച്ചു. അവനിപ്പോൾ ഇറാദത്തിൻ്റെ ഹാലുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അള്ളാഹുവിനെ ഉദ്ദേശിക്കാനുള്ള അവസ്ഥകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എങ്കിലും അവൻ വാദിച്ചു എന്തിന്? അഹ്വാലുൽ മഹബത്തി, മഹബത്തിൻ്റെ അഹ്വാലുകളെ. ഞാനിപ്പോൾ ഒരു മുഹിബാണ്, അതുപോലെ തന്നെ ഞാൻ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയൊരു മുഹിബാണ്, അതിൻ്റെ മഹബത്തിൽ ഞാൻ ലയിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹബത്തിൻ്റെ അഹ്വാലുകളെ അവൻ വാദിക്കുകയും ചെയ്തു. അപ്പോൾ അത് കാരണമായിക്കൊണ്ട് അള്ളാഹു താല പോക്കിക്കളഞ്ഞു. അള്ളാഹു താല പോക്കിക്കളഞ്ഞു. അനുഹു, അവനെ തൊട്ട് മാ അശ്റഖ അലൈഹിം മിൻ നൂരിൽ ഇറാദ, അള്ളാഹു അവൻ്റെ മേൽ കത്തിച്ചു കൊടുത്തതായ, പ്രകാശിപ്പിച്ചു കൊടുത്തതായ ഇറാദത്തിൻ്റെ പ്രകാശത്തിനെ അള്ളാഹു താല പോക്കിക്കളയുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരുത്തൻ ഈ ആയത്തിൻ്റെ ഉമൂമിൽ പ്രവേശിക്കും. അപ്പോൾ ഈ ആയത്തിൽ പറയപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഉദാഹരണമാണ്. ഔ, അല്ലെങ്കിൽ മസലുൽ ഈമാനിഹിം, മസലുൻ, ഇതൊരു ഉപമയാണ് ഈമാനിഹിം, മുനാഫിഖീങ്ങളുടെ. ഔ മസലുൽ ഈമാനിഹിം, അല്ലെങ്കിൽ ആ മുനാഫിഖീങ്ങളുടെ ഈമാനിലുള്ളതായ ഉപമയാണ്. മിൻ ഹൈസു ഇന്നഹു യഊദു അലൈഹിം, മിൻ ഹൈസു നിലക്ക്, ഇന്നഹു ആ ഈമാൻ, യഊദു അലൈഹിം അവർക്ക് ഉപകരിക്കും. ബിഹഖിനി ദിമായി, അവരുടെ രക്തങ്ങളെ തടയൽ കൊണ്ട്. അഥവാ മുഅ്മിനായി കഴിഞ്ഞാലും മറ്റുള്ള മുസ്ലിമീങ്ങൾ അവരോട് യുദ്ധം ചെയ്യാനൊന്നും വരില്ല. അപ്പോൾ അവർക്ക് അവരുടെ രക്തങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും. ബിഹഖിനി ദിമായി, രക്തങ്ങൾക്കുള്ള സംരക്ഷണം കൊണ്ട് അവർക്ക് അത് ഉപകരിക്കും. വസലാമത്തിൽ അംവാലി, അവരുടെ മാലുകൾ അത് രക്ഷപ്പെടും. വല്ലൗലാദി, മക്കളും. മുഷാറക്കത്തിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളോട് പങ്കാകും. ഫിൽ മഗാനിമി വൽ അഹ്കാമി, യുദ്ധമുതലുകളിലും മറ്റുള്ള വിധികളിലും. അക്കാരണത്താൽ അവർക്ക് അവരുടെ ഈമാൻ, അവർ ഈ വെളിവാക്കിയതായ ഈമാൻ അതവർക്ക് ഉപകാരപ്പെടും. അങ്ങനെയുള്ളതായ അവരുടെ ഈമാനിലുള്ള ഉപമയാണ്. എന്തിന് അല്ലാഹു തആല അവരുടെ ഈ ഈമാനിനെ ഉദാഹരിച്ചു? ബിന്നാരിൽ മൂഖദത്തി, കത്തിക്കപ്പെട്ട ഒരു തീയോട്. എന്തിനു വേണ്ടിയാണ് കത്തിക്കപ്പെട്ടത്? ലിൽ ഇസ്തിളാഅത്തി,
തേടാൻ വേണ്ടി, പ്രകാശത്തിന് വേണ്ടി, പ്രകാശിക്കാൻ വേണ്ടി. വലിദഹാബി അസരിഹി വന്തിമാസി നൂരിഹി ബി ഇഹ്ലാക്കിഹിം. പിന്നെ എന്തിനുമുള്ള ഉദാഹരണമാണ്? വലിദഹാബി അസരിഹി, ആ ഈമാനിൻ്റെ അസർ പോകും എന്നതിനും ഒരു ഉദാഹരണമാണ്. വന്തിമാസി നൂരിഹി, അതിൻ്റെ പ്രകാശം കെട്ടുപോകും എന്നതിനും ഒരു ഉദാഹരണമാണ്. എങ്ങനെ? ബി ഇഹ്ലാക്കിഹിം, അവരെ നശിപ്പിക്കൽ കൊണ്ടും, വൈഫ്ഷാഇ ഹാലിഹിം, അവരുടെ അവസ്ഥയെ വെളിവാക്കൽ കൊണ്ടും, അവരുടെ അവസ്ഥയെ വെളിവാക്കൽ കൊണ്ടും, അതുപോലെ അവരെ നശിപ്പിക്കൽ കൊണ്ടും, അവരുടെ ഈമാനിൻ്റെ പ്രകാശം കെട്ടുപോകുന്നതിനും അതിൻ്റെ അസർ, അതിൻ്റെ അടയാളം പോകുന്നതിനുമുള്ള ഒരു ഉദാഹരണമാണ്. എങ്ങനെ? എന്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉപമിച്ചു? ബി ഇത്ഫാ ഇല്ലാഹി തആല ഇയാഹ, അള്ളാഹു അത് ആ പ്രകാശത്തിനെ കെടുത്തിക്കളയലിനോട്, വൈദ്ഹാബി നൂരിഹ, അതിൻ്റെ പ്രകാശത്തെ കൊണ്ടുപോകലിനോടും അള്ളാഹു ഉപമപ്പെടുത്തി. അങ്ങനെയുള്ളതായ ഒരു ഉദാഹരണമാണ് ഈ പറയപ്പെട്ട മസലുഹും കമസലുല്ലദി എന്ന് തുടങ്ങുന്ന ആയത്ത്.